Then section 184, that is medical examination of victim of rape. So idu important aanu, medical examination of victim of rape. See, where during the stage when an offence of committing rape or attempt to commit rape is under investigation, it is proposed to get the person of the women with whom rape is alleged or attempt to have been committed or attempted explained by a medical expert. Such examination shall be conducted by a registered medical practitioner employed in a hospital run by the government or a local authority, or in the absence of such practitioner, by any other registered medical practitioner with the consent of such women of a person competent to give such consent. See, ഇവിടെ റേപ്പ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് ആ സ്റ്റേജിൽ ഡ്യൂറിങ് സ്റ്റേജ് എന്ത് ചെയ്യാം, ഒരു എക്സാമിനേഷൻ വിധേയനാകാൻ, ആക്ച്വലി റേപ്പ് കമ്മിറ്റ് ചെയ്ത് ഒരു 24 hours മെഡിക്കൽ എക്സാമിനേഷൻ എന്താണെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് അതിനകത്തുനിന്ന് DNA സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം, കാരണം സെമനിൽ നിന്ന് കിട്ടുന്ന DNA എക്സ്ട്രാക്ട് ചെയ്യാം. സോ അങ്ങനെ എന്താണെങ്കിലും എക്സാമിൻ ചെയ്തിരിക്കണം. സോ എക്സാമിൻ ചെയ്യേണ്ടത് ആരാണ്? എക്സാമിൻ ഒരു മെഡിക്കൽ എക്സ്പേർട്ട് ആയിരിക്കും. ആൻഡ് സച്ച് എക്സാമിനേഷൻ ഷാൾ ബി കണ്ടക്ടഡ് ബൈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എംപ്ലോയ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ റൺ ബൈ ദി ഗവൺമെന്റ്, ഒരു ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കും. ഒരു ലോക്കൽ അതോറിറ്റി ഇൻ ദ ആബ്സെൻസ് ഓഫ് എ, അങ്ങനെ മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ഗവൺ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ പ്രാക്ടീഷണർ ആയാലും മതി. ബൈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ വിത്ത് ദ കൺസെന്റ് ഓഫ് സച്ച് വുമൻ. ചുമ്മാ കയറി ചെയ്യാൻ പറ്റില്ല, അവർക്കും കൂടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിത്ത് ദ കൺസെന്റ് ഓഫ് വിമൻ ഓർ എ പേഴ്സൺ കോമ്പീറ്റന്റ്. ഇപ്പം ഇൻ കേസ് ആ വിമന് കൺസെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല, അങ്ങനെ അല്ല എങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ കൺസെന്റ് കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടല്ലോ, or a person competent to give such consent on the behalf of the person or behalf of the women. And such women shall be sent to the registered medical practitioner within 24 hours. ഞാൻ അവിടെ പറഞ്ഞത് 24 മണിക്കൂർ. അതിന് കഴിഞ്ഞ ശേഷം 7 ഒക്കെ ചെയ്യുമ്പോൾ എക്സാമിനേഷൻ ചെയ്തിട്ട് കാര്യമില്ല, ആ 24 hours തന്നെ വേണം എടുക്കാൻ. From the time of receiving the information related to the commission of such offence. Okay, clause 2 പറയുന്നത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ who is sent shall not delay എക്സാമിൻ ചെയ്ത് എനിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടതെന്നൊക്കെ പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കാം. ജസ്റ്റ് ഏജ് ഓഫ് ദി വിമൻ, നെയിം ആൻഡ് അഡ്രസ്, മാർക്സ് ഓർ ഇൻഷുറി ഇഫ് എനി, ദെൻ ജനറൽ മെന്റൽ കണ്ടീഷൻ, അതർ മെഡിക്കൽ ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്രോസ് എക്സാമിനേഷൻ സമയത്തൊക്കെ. And the report shall state precisely reason for each conclusion. എന്താണ് അങ്ങനെ ഒരു കൺക്ലൂഷൻ അറൈവ് ചെയ്യുന്ന സ്പെസിഫിക് റീസൺസും കൊടുത്തിരിക്കണം. ആൻഡ് ക്ലോസ് 4 റിപ്പോർട്ട് ഷാൽ സ്പെസിഫൈ ദ റെക്കോർഡ് ദാറ്റ് കൺസെന്റ്. അങ്ങനെ ഒരു കൺസെന്റ് കിട്ടിയ ആ കാര്യം അത് നിർബന്ധമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കൺസെന്റ് ഇല്ലാതെ ചെയ്യുന്നത് ഇതായിരിക്കത്തില്ല. So report shall specify record the consent of the woman or of the person competent to give such consent. അത് ചെയ്തിരിക്കണം. And the exact time of commencement and completion of the examination. Then registered medical practitioner within a period of 7 days എന്തിരിക്കും, 7 ദിവസത്തിനുള്ളിൽ within 7 days എന്തിരിക്കണം, അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് അത് കൊടുത്തിരിക്കണം, ഫോർവേഡ് ചെയ്തിരിക്കണം. Nothing in the session shall be constituted as rendering lawful any examination without consent. Yes, അതാണ് ഞാൻ പറഞ്ഞത്. ക്ലോസ് 7 പറയുന്നത് nothing in the session shall be constituted as rendering lawful any examination without the consent of the woman or of any person competent to give such on her behalf. അത് ഇങ്ങനെ കൊടുക്കുന്ന ലോഫുൾ ആയിരിക്കത്തില്ല, കൺസെന്റ് ഇല്ലാതെ ചെയ്യുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചിരിക്കുക. Then search by police officer, പോലീസ് സ്റ്റേഷൻ ഷുവറായിട്ട്. ആക്ച്വലി ബാക്കിയുള്ളത് ഇൻവെസ്റ്റിഗേഷൻ്റെ അടുത്ത സ്റ്റേജസ് ഒക്കെയാണ്. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്രയും മതി. ഓക്കെ, സോ ഡയറക്റ്റ് വായിക്കുക. അപ്പം ഇത്രയും സെക്ഷൻസ് ഡയറക്റ്റ് വായിച്ചിരിക്കുക. ഡയറക്റ്റ് വായിച്ചിട്ട് ഇനി നിങ്ങൾക്ക് നോട്ട്സ് അങ്ങനെ എന്തെങ്കിലും എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോ ത്രൂ പ്രോപ്പർ ടെക്സ്റ്റ്. അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന CRPCയിൽ കെൽക്കറിൻ്റെ ചന്ദ്രശേഖരൻ പിള്ളയുടെ ടെക്സ്റ്റാണ്. സോ അത് നല്ലതാണ്, ആക്ച്വലി നല്ല ടെക്സ്റ്റാണ്. പ്രോപ്പർ ടെക്സ്റ്റ് നോട്ട്സ് എഴുതുകയാണെങ്കിൽ പ്രോപ്പർ ടെക്സ്റ്റ് വെച്ച് തന്നെ എഴുതാൻ നോട്ട്സ്. പിന്നെ ഡയറക്റ്റ് വായിച്ചു നോക്കുക, നന്നായിട്ട് ഡയറക്റ്റ് വായിക്കുക. MCQs കിട്ടുന്ന അത്രയും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. ഞാൻ കുറച്ച് MCQs അല്ലാണ്ട് നിങ്ങൾക്ക് തരാം. ഇപ്പോൾ തൽക്കാലം സെക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് വായിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.